കുലി എന്തിനാ ഈ കുലി ചെന്ന് ഞങ്ങൾ ശരപ്രകാരം പഠിക്കാം. സയാലാനുഹു അല ജമീൽ ബദനി ബിനിയത്തി നിയത്ത് കൊണ്ട് ശരീരത്തുള്ള എല്ലാ ഭാഗത്തേക്ക് തന്നിയത്ത് പാട്ടതായിട്ട് ഹുസുൽ. ഈ കുലി നിർബന്ധം അവിടെ 6 കാര്യങ്ങളുണ്ട്. ആ 6 കാര്യങ്ങളായിട്ട് ഞങ്ങൾ ഫസ്റ്റ് പഠിക്കാം. അതിൽ ഒന്നാമതായിട്ട് ഖുറൂജുൽ മണി പുറപ്പെട്ട് നിർബന്ധമായിട്ട് കുലിക്കണം. എന്താ ഈ മണി ചെന്നെങ്കിൽ എന്തല്ല അതൊരു വൈറ്റ് കളർ ഒരു വസ്തായിട്ട് മണി പോലത്തെ ഒരു വേറെ ചേട്ടമുണ്ട് മതി പിന്നെ വതി അത് മന്നെ കുലിക്കൊണ്ടില്ല അത് നജസായിട്ട് മണി ചെല്ലത് അത് നജസല്ല. ഷാഫി മസബ് പ്രകാരം മണി നജസല്ല. കാരണം മണി നജസായിട്ട് ആ മനുഷ്യരോട് തുടക്ക ചെല്ലത് നജസായിട്ട് പറയുന്നത് അതുകൊണ്ട് മണി നജസല്ല. പിന്നെ രണ്ടാമത്തെ വിഷയമായിട്ട് ഫർജുലുക പ്രവേശിച്ചു ഹസ്ഫ ജനേന്ദ്രൻ ഞങ്ങൾ പഠിക്കാം. ഹസ്ഫ ജനെങ്കിൽ അതൊരു പുരുഷന്റെ തൊലില്ലാത്ത സുന്നത്തായ ജാഗത്തെ തൊലില്ലാത്ത ഭാഗമായിട്ട് ഹസ്ഫ. ആ ഹസ്ഫ ഫർജുലുക പ്രവേശിച്ചും കുലി നിർബന്ധമാവും. പിന്നെ ഇങ്ങനെ ഹൈൽ ബന്ധം കുലി നിർബന്ധമാവും. പിന്നെ നിഫാസ് പിന്നെ കുട്ടി പ്രസവിച്ചെങ്കിൽ കിട ജനിച്ചെങ്കിൽ ആ പെണ്ണ് നിർബന്ധമായിട്ട് കുലിക്കുന്നു. പിന്നെ ഷഹീദല്ലാത്ത മുസ്ലിം മരണപ്പെട്ടെ അപ്പൊ ആ മുസ്ലിമിന്റെ കുലിപ്പാട്ടും. പിന്നെ ഞങ്ങൾ പഠിക്കാം വലിയ ശുദ്ധി കൊണ്ട് ഹറാമാവുടെ കാര്യങ്ങൾ. ചെറിയ ശുദ്ധി കൊണ്ട് എന്തെല്ലാം ഹറാമാവും ആ വലിയ ശുദ്ധി കൊണ്ട് ഹറാമാവും. ചെറിയ ശുദ്ധി ഞങ്ങൾ പഠിച്ച ഉളു കൊണ്ട് ഞങ്ങൾ ഉളു ഇല്ലാണ്ട് നിസ്കരിച്ച നിസ്കാര ഹറാമാവും. പിന്നെ ഖുറാന്റെ തൊട്ടും ഖുറാൻ ഇങ്ങനെ ഹറാമാവും. ഞങ്ങൾക്ക് അതുകൂടെ ഹറാമാവും. ബാരേജ് എക്സ്ട്രാ കാര്യങ്ങൾ ഹറാമാവും. അതായിട്ട് പള്ളിയിൽ പോയിട്ട് താമസിക്കൽ ഒറ്റ ജനാപത്തുകാരായ അവൻ പള്ളി പോയിട്ട് താമസിക്കൽ അവന് ഹറാമായിട്ട്. പിന്നെ ഖുർആന്റെ ഉദ്ദേശിച്ച് ഒരു ഹർഫ് പോലും ഓതൽ അത് ഹറാമായിട്ട്. പിന്നെ സിക്കർ സിക്കർ വേണം ചെല്ല ഖുർആന്റെ ഉദ്ദേശിച്ച് ഒരു ഹർഫ് പോലും ഓതൽ അവന് ഹറാമായിട്ട്. പിന്നെ ഹൈലിഫാസായ പെണ്ണിക്ക് ഇതെല്ലാം ചെന്ന കാര്യം എല്ലാം ഹറാമാവും. പാടെ എക്സ്ട്രാ 4 കാര്യം ഹറാമാവും. അതായിട്ട് ഒന്ന് നോം നോക്കലും തൊലാഖ് ചെല്ലലും പിന്നെ ജിമാ ചെയ്യലും ആണ് പെണ്ണായിട്ട് തൊലി ടച്ച് ആക്കലും അത് ഹറാമായിട്ട്. പിന്നെ ആണ് വേണ്ട വിഷയ ഇസ്തിഹാലത്ത് എന്ന് വേറെന്തല്ല അതൊരു രോഗരക്തമായിട്ട് അതൊരു നിത്യശുദ്ധിയായിട്ട്. ഹൈലു നിഫാസു അല്ലാത്ത സമയത്ത് വേണ്ട ഒരു രക്തമായിട്ട് ഇസ്തിഹാലത്ത്. ആ ഇസ്തിഹാലത്തിക്ക് ഹൈൽ നിഫാസിക്കിന്റെ പോലെ എന്ത് നിസ്കാരത്തിക്കും നോമെന്തോ അഫു എന്തില്ല നിർബന്ധമായിട്ട് അങ്ങനെ നിസ്കരിക്കണം. നിർബന്ധമായിട്ട് നോം നോക്കണം. നിസ്കരിക്കുന്ന രൂപ എങ്ങനെ എന്താ ചെന്തണ്ടേ നിങ്ങൾക്ക് നിസ്കരിക്കുന്ന രൂപ ആ ഹൈൽ നിഫാസ് ആ ഇസ്തിഹാലത്തായ പെണ്ണ് സമയം പ്രവേശിക്കുമ്പോൾ ആ പെണ്ണ് എല്ലാ നിസ്കാരത്തെ ഇങ്ങനെ 5 വക്ത് നിസ്കാരത്തിക്കും അവിടെ ഫർജ് ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ട് പിന്നെ അവിടെ ചോര പുറത്ത് വരാത്ത പോലെ എന്തെങ്കിലും വസ്തു സ്പഞ്ച് പോലത്തെ എന്താ വെച്ചിട്ട് അങ്ങനെ നിസ്കരിക്കും. 5 വക്ത് നിസ്കാരത്തെ അങ്ങനെ നിസ്കരിക്കണം. പിന്നെ ഞാൻ ഇത്തരം പഠിച്ചാൽ ഞങ്ങൾക്ക് ഫർള് പിന്നെ സുന്നത്ത് പഠിക്കണ്ടേ. ഫർള് ഞങ്ങൾ ഇതിലെ പഠിച്ചില്ല ശരപ്രകാരം പഠിച്ചില്ല. നിയത്ത് കൊണ്ട് ശരീരത്തെ എല്ലാ ഭാഗത്തേക്ക് തന്നിയത്ത് പറ്റതായിട്ട് അതുകൊണ്ട് അതിലെ കൊണ്ടോട് 2 ഫർള് അത് ഒന്നാമത്തേതായിട്ട് നിയത്ത് വെക്കും. സബബ് കൊണ്ട് കാരണം കൊണ്ട് അങ്ങ് കുലി നിർബന്ധമായത് ആ കാരണത്തെ ഇതാക്കിയിട്ട് നിയത്ത് വെച്ചിട്ട് അങ്ങ് കുലിക്കും. പിന്നെ രണ്ടാമത്തേതായിട്ട് ശരീരത്തിൽ എല്ലാ തലയുടെ പിടിച്ച് കാലത്തോലെ എല്ലാ ഭാഗത്തേക്ക് തന്നിയത്ത് പറ്റതായിട്ട് അത് ഗട്ടിയായ മുടി ആ മുടിയുടെ ഉൾകെല്ലാം നോക്കണം. പിന്നെ ഉഗുരുടെ ഇടയിലെല്ലാം നോക്കണം. പിന്നെ സുന്നത്തായ ജാഗത്തെ ഞങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഞങ്ങൾ പഠിക്കാൻ സുന്നത്തുകൾ ഫർളുകൾ ഞങ്ങൾ പഠിച്ച സുന്നത്തുകൾ ഇങ്ങനെ കുറെ സുന്നത്തുകളുണ്ട്. ആ ജനാപത്തായവനോ അവന് കുലിക്കറാൻ മുതൽ മൂത്രപിത്തൊക്കെ സുന്നത്തുണ്ട്. എന്ത് ആ മണി എന്താ ബാക്കിയായിട്ട് അത് പുറത്തു പോകുവാനായിട്ട്. പിന്നെ കിബ്ലാക്ക് മുന്നിട്ട് സുന്നത്തുണ്ട്. പിന്നെ നിയത്ര ദായ്മാക്കൊക്കെ സുന്നത്തുണ്ട്. പിന്നെ ഉള്ളുവിടെ ദായ്മാക്കൊക്കെ സുന്നത്തുണ്ട്. ഇങ്ങനെ കുറെ സുന്നത്തുണ്ട്. ഇതിൽ ഞങ്ങൾ നെഗ്ലക്റ്റ് ആക്കത്തീരാ ധർമ്മത്തിൽ കിട്ടിയ കൂലിയല്ല ഇതെല്ലാം നെഗ്ലക്റ്റ് ആക്കി എന്ത് ഞങ്ങൾ ഇതാക്കും അത് ശ്രദ്ധിക്കും ഞങ്ങൾ. പിന്നെ കുലിയുടെ മക്രുഹാത്തുകൾ ചെറിയ ശുദ്ധി കൊണ്ട് എന്തെല്ലാം കറാത്താവിടും അതുകൂടെ കറാത്താവിടും. ഉള്ളുവിൽ എന്തെല്ലാം കറാത്താവിടും ഉള്ളുൽ വലത്തേതിന് മുന്താതിരിക്കൽ കറാത്തായിട്ട്. പിന്നെ ബിസ്മീരെ ഉപേക്ഷിക്കൽ കറാത്തായിട്ട്. പിന്നെ രണ്ടാമത്തെ കാര്യമായിട്ട് ഉള്ളുവിനെ ഉപേക്ഷിക്കൽ കറാത്തായിട്ട്. പിന്നെ ഹൈൽ നിഫാസായ കാർത്തിക് അവളുടെ ഫർജിക്ക് സുഗന്ധ ഇടുന്നുണ്ട് കുലിക്കൊമ്പത്തു അതിൽ ഉപേക്ഷിക്കോ കറാത്തായിട്ട്. പിന്നെ സുന്നത്തായ കുലിങ്ങൾ ഫർലായ കുലിങ്ങൾ ഞങ്ങൾ പഠിച്ച സുന്നത്തായ കുലി പ്രത്യേകമായി ജുമാത്ത് വേണ്ടി സുന്നത്തായ കുലി ഉണ്ട്. പിന്നെ 2 പെരുന്നാളുകൾ 2 ഗ്രഹണ നിസ്കാരത്തിന് പള്ളിക്ക് പ്രവേശിക്കുമ്പത്തു. പിന്നെ ഖൈറായ മജ്ലിസിൽ ഒരുമിച്ച് കൂടുമ്പത്തു. പിന്നെ ഒരു മുസ്ലിം ഒരു കാഫിർ ഇസ്ലാം സ്വീകരിച്ച അവന് കുലിക്കൊന്നും നിർബന്ധമുണ്ട് അല്ല സുന്നത്തുണ്ട്. അതേപോലെ പുറത്തെ പിരാന്ത ശരിയായ അവന് കുലിക്കോ സുന്നത്തുണ്ട്. അത് ഇതെല്ലാം കാരണങ്ങൾ ഇതിലെല്ലാം അതിന്റെ കാരണ അനുസരിച്ചിട്ട് കുലി സുന്നത്ത് അവിടെ ആയെങ്കോ ഇത് ജനാപത്ത് ഇത്ര ചെന്തനാണ് പാട്ട്. അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇന്ത്യനക്ക് കിട്ടിയ ടോപ്പിക് റൂക്കു ഞങ്ങളെ നിസ്കരിക്കണ്ടേ നിസ്കരിക്കുമെന്നോളൂ ഞങ്ങൾ നിർബന്ധമായിട്ട് ചെയ്ത കാര്യത്തിക്കുള്ളൂ. ആ ഉള്ളോടെ ബസ് ഉള്ളോടെ കുറച്ചിട്ട് 1-2 ചൊല്ലു ഞാൻ ആഗ്രഹിക്കട്ടെ. إن أمتي يدعون يوم القيامة غرا محجلين من أثار الوضوء
നബി തങ്ങൾ ചൊന്നത് ഈ പൂർണ്ണമായിട്ട് ഉള്ളെടുക്കണു അവന്റെ അവസാന ആഖിറത്തിലുണ്ടല്ലോ അവന്റെ കൈക്കാലെല്ലാം ബെൽച്ചെയ്തിക്കറ് ബിസ്മി എന്നിട്ട് ഉള്ളു ചെയ്യും. അത് ഉള്ളുടെ പ്രത്യേകമായ ഒരു സുന്നത്തേക്കറ്. പിന്നെ 3 വട്ടം മുങ്കൈ കൽക്കും. മുങ്കൈ കൽക്കുമ്പോൾ കറക്റ്റായിട്ട് ബെല്ലിട്ടിട്ട് കറക്റ്റ് ചന്താക്കി കൽക്കും. പിന്നെ ബായിൽ മൂക്കിലും എല്ലാം കുപ്പിലിക്കണം. 3 വട്ടം ആക്കണം. അത് ഉള്ളുടെ സുന്നതായിരിക്കും. പിന്നെ ഫർളിനെ നിയത്ത് വെച്ചിട്ട് മുഖം കൽക്കണം. ഫർള് നിയത്ത് എങ്ങനെ വെക്കണം? ഇപ്പൊ നിസ്കാരത്തെ ഹലാലാക്കല്ലേ ഞാൻ ഉള്ളതിനെ ഫർളിനെ ഞാൻ വിട്ടുന്നു, ഇല്ലെങ്കിൽ ഉള്ളതിനെ ഫർളിനെ ഞാൻ വിട്ടുന്നു നിയത്ത് വെച്ചിട്ട് തുടങ്ങാം. പിന്നെ മുഖം കൽക്കണം. ഫസ്റ്റ് മുഖം ഫുള്ളായിട്ട് കൽക്കണം. ഫസ്റ്റ് ഒന്നാമത്തേത് ഫർളായിരിക്കും. അത് നെത്തിരിക്കലും താടി ഉൾക്കെല്ലാം കയറ്റി കൽക്കും. ഇപ്പൊ താടി നമുക്ക് തെല്ല് വന്നിട്ട് താടി തെൽ കണ്ടോണ്ടിരുന്നതിന്റെ കണ്ണെങ്കിൽ അത് ഫുള്ള് ഉൾക്കം തന്നെ വിറ്റി കൽക്കും നിർബന്ധമായിട്ട്. ഇപ്പൊ താടിയെല്ലാം ചുമ്മയിട്ട് കണ്ടെങ്കിൽ ഞങ്ങൾ കാണിലായിട്ട് കണ്ടെങ്കിൽ ഫർള് 3 വട്ടം കൽക്കിയാൽ പിന്നെ വേറമേ തന്നെ കൽക്കും സുന്നത്തായിരിക്കും. താടി ഉൾക്കെല്ലാം കയറ്റിട്ട് പിന്നെ മീസിനെ അതിൽ ഫുൾ തന്നെ വിറ്റി കൽക്കും നിർബന്ധമായിരിക്കും. അതായത് പിന്നെ കൈ കൽക്കണം. അത് ഉള്ളോടെ ഫർളായിരിക്കും. കൈ പൂർണ്ണ ചെന്നെങ്കിൽ ഒരു കൈയുടെ ഫുള്ളു ഊട്ട് പിടിച്ചിട്ട് മുങ്കൈഡ് പിടിച്ചിട്ട് കൊടുത്തോളൂ ഷോൾഡർ എടുത്തോളൂ ഫുള്ള് കൽക്കണം. അത് പൂർണ്ണമായ രൂപം. അത് പിന്നെ ഫർള് മുങ്കൈ വരെ മുങ്കൈ പൂർണ്ണമായിട്ട് കൽക്കണം. അത് 3 വട്ടം ബലത്തെ കൈയും 3 വട്ടം ഇടത്തെ കൈ. പിന്നെ തല തടവണം. അത് ഉള്ളുടെ സുന്നത്തായിരിക്കും. മുടി തന്നെയാകും. പിന്നെ മുടി തന്നെയാകും അത് ഉള്ളു പിന്നെ തോൽ തട്ടിട്ട് നെത്തിര്. അത് പിന്നെ കാത് തടവും. അത് ഉള്ളുടെ ഒരു സുന്നത്തായിരിക്കും. കാത് ഉൾക്കും പടത്തും എല്ലാം അത് ഉള്ളുടെ സുന്നത 3 വട്ടം തടവണം. അത് പിന്നെ കാല് മുട്ടിടാൻ്റെ കീഴിൽ കൽക്കും സുന്നത്ത് പൂർണ്ണമായ രൂപം സുന്നത്ത്. പിന്നെ കാലില് എറിയാനി അവിടുത്തെ കൽക്കും ഫർളായിരിക്കും. കൈയിട്ടെടുക്കാൻ ഒരു പ്രത്യേക സുന്നതായിരിക്കും. ഇത്ര അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ്. ഉളു എന്നുള്ളത് നിസ്കാരത്തിന്റെ ഷർത്തുകളിൽ പെട്ടതാണ്. നിസ്കാരത്തിന് എങ്ങനെ ഫർദും ഷർത്തുകളുണ്ടോ അതുപോലെ തന്നെ ഉളുവിനും ഫർദും ഷർത്തുകളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് പഠിക്കാം. ശരീര ശുദ്ധിയിൽ ശുദ്ധിയാവാൻ ഉളു ചെയ്യണം. ചില പ്രത്യേക അവയവങ്ങൾ ചില പ്രത്യേക രീതിയിൽ കഴുകുന്നതിലാണ് ഉളു എന്ന് പറയുന്നത്. ഉളു ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ്. ഇന്ന ഉമ്മത്തി യുദ്ഊന യൗമൽ ഖിയാമത്തി ഗുർറം മുഹജ്ജലീന മിൻ ആസാരിൽ വുദൂ. അന്ത്യനാളിൽ എൻ്റെ സമുദായം ഉദു ചെയ്ത കാരണം കൈ കാൽ മുഖം പ്രകാശിക്കുന്നവരായ ഖിയാമത്ത് നാളിൽ ഹാജരാകുമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഉദുവിന്റെ ഷർത്തുകൾ പഠിക്കാം. കുലിയുടെയും ഉദുവിന്റെ ഷർത്തുകൾ ഒരുപോലെ തന്നെയാണ്. ഉദുയിൽ 5 ഷർത്തുകളുണ്ട്. അതിൽ ഒന്നാമത്തേത് ശുദ്ധജലം. ശുദ്ധജലം എന്ന് പറഞ്ഞാൽ മറ്റു വിശേഷങ്ങൾ ഒന്നും ഇല്ലാതെ വെള്ളം പകർച്ചയാകുന്നതാണ് ശുദ്ധജലം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് കഴുകുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കുക. മൂന്നാമത്തേത് വെള്ളത്തിൽ പകർച്ച വരുത്തുന്ന ഒന്നും അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. നാലാമത്തേത് കഴുകുന്ന അവയവത്തിന്റെയും വെള്ളത്തിന്റെയും ഇടയിൽ മഴ ഇല്ലാതിരിക്കുക. അതായത് ഉദാഹരണമായി അവയവങ്ങളിൽ പെയിന്റോ അല്ലെങ്കിൽ മഷി അവയവത്തിൽ ഇല്ലാതിരിക്കണം. അനിയന്തരമായി മൂത്രം പോകുന്നവർ, ഇസ്തിഹാലത്ത് രോഗമുള്ളവർ നിത്യശുദ്ധിക്കാരാണ്. അവർ ശുദ്ധീകരിക്കാൻ സമയമായി എന്ന് ഉറപ്പുവരുത്തണം. ഇതാണ് 5ാമത്തെ ഷർത്ത്. ഇപ്പോൾ ഉദുവിന്റെ ഫർദുകൾ പഠിക്കാം. ഉദുവിൽ 5 ഫർദുകളുണ്ട്. അതിൽ ഒന്നാമത്തേത്
നിയത്ത് പല രൂപത്തിൽ വെക്കാം. അതായത് ഉളു ചെയ്യുന്നു അഥവാ ഉളു എന്ന ഫർദിനെ വീട്ടുന്നു എന്ന് നിയത്ത് വെക്കാം. പക്ഷേ നിയത്ത് വെക്കേണ്ടത് മുഖം കഴുകുമ്പോഴാണ്. കൈ കഴുകിയ ശേഷം നിയത്ത് വെച്ചതെങ്കിൽ അതിന്റെ മുമ്പുള്ള ഭാഗം ഒന്നും കൂടി മടക്കി കഴുകൽ നിർബന്ധമാണ്. രണ്ടാമത്തത് മുഖത്തിന്റെ ബാഹ്യഭാഗം, അതായത് ഈ ഭാഗം, മുഖത്തിന്റെ ബാഹ്യഭാഗം കഴുകുക. മുടിമറക്കുന്ന ഭാഗം വരെ ഇരു ചെവികളുടെ വീതിയിലുള്ളത് കഴുകലാണ്. തിന്യ താടിയുള്ളവർ, അതായത് മസ്ത് താടിയുള്ളവർ ഉൾഭാഗം കഴുകൽ സുന്നത്താണ്. മൂന്നാമത്തത് രണ്ട് കൈയും മുട്ടോട് കൂടി കഴുകലാണ്. നാലാമത്തത് തലയുടെ അല്പം തടവുക. അഞ്ചാമത്തത് രണ്ട് കാലിനെയും നെരിയാണി വരെ കഴുകലാണ്. ആറാമത്തത് തർത്തീബാവുക. തർത്തീബ് എന്ന് പറഞ്ഞാൽ ക്രമപ്രകാരം ചെയ്യുക. പിന്നെ ഉദുവിന്റെ സുന്നത്തുകൾ ധാരാളമുണ്ട്. അതായത് തുടക്കത്തിൽ ബിസ്മി ചൊല്ലുക, രണ്ട് മുങ്കൈ കഴുകുക, പിന്നെ ഉറവുള്ള സാധനം കൊണ്ട് പല്ല് തേക്കുക. പിന്നെ പല്ല് തേക്കുന്നത് മുമ്പ് പല്ല് കുത്തൽ സുന്നത്താണ്. നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം പല്ല് തേക്കൽ കറാഹത്താണ്. മിസ്വാക്ക് ചെയ്തതിന് ശേഷം വായിൽ വെള്ളം കുപ്പിക്കണം, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. തല തടവുമ്പോൾ മുഴുവനായിട്ട് കഴുകണം. അല്പം തടവൽ ഫർദാണ്, മുഴുവനായി തടവൽ സുന്നത്താണ്. ചെവി തടവൽ ഉദുവിന്റെ മറ്റൊരു സുന്നത്താണ്. ഉദുവിന്റെ അവയവങ്ങൾ തേച്ച് കഴുകണം. തിന്ന താടി തല്ല കൈകൊണ്ട് ഉൾഭാഗം കഴുകണം. താടി കഴുകൽ പ്രത്യേകമായ വെള്ളം എടുക്കൽ സുന്നത്താണ്. അതായത് മുഖം കഴുകുമ്പോൾ എടുക്കുന്ന വെള്ളമല്ലാതെ വേറെ വെള്ളം എടുത്ത് താടി കഴുകൽ സുന്നത്താണ്. കൈകാലിനെ ചിക്കകട്ടി കഴുകൽ സുന്നത്തുണ്ട്. ഇത്ര പറഞ്ഞ് എൻ്റെ വാക്കിൽ ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ಇಂದು ನಾನು ನಿಗಳ ಮುನ್ನೋಳ ಬಂತನಿಕೋ ಕಾರಣ ಕುಲಿಡೆ ಅವರು ಚೆರಿಯ ರೂಪ ಚಂತರಗು ಬನ್ನದೈದಿಕ್ಕರು ಅಲ್ಲಾಹು ತಾಲಾ ಚೊಲ್ಲೋಗು ತೌಫೀಕ್ നൽകട്ടെ. ആമീൻ. പ്രിയമുള്ള ചങ്ങായിമാരെ, ഇസ്ലാം തര അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്ല അത്തഹൂറു ശത്രുൽ ഈമാൻ. ഈമാന്റെ പകുതി ഭാഗമായിത്തേക്ക് ശുദ്ധി എന്നുള്ളത്. കുളി നിർബന്ധമായ 4 കാര്യങ്ങളെത്തിക്കರು. അതിൽ ഒന്നാമത്തേത് ജനബത്ത് ಅವರು ചെന്നെങ്കിൽ ഒരു ആണിയക്ക് മണി പുറപ്പെടും. അതിൽ 3 അടയാളങ്ങൾ എത്തിക്കರು. ഒന്ന് പുറപ്പെടുമ്പോൾ തടയ്ക്ക് ഒരു ആനന്ദമായി തിക്കറ്. ജനമത്തെ അടയാളം എത്തിക്കറ്. ആ പുറപ്പെട്ടത് പുറപ്പെടുമ്പോൾ സമയത്തിൽ ഘട്ടമായി ആ മണി പുറപ്പെടും. മൂന്നാമത്തെ അടയാളം എത്തിക്കറ്. ആ പുറപ്പെട്ട സന്ദർഭത്തിൽ അത് പച്ച മണി ആയെങ്കിൽ മുട്ട മൺകറ്, അല്ലെങ്കിൽ അത് ഉണങ്ങിയ മണി ആയെങ്കിൽ ഗോതമ്പ്, സാധാരണമായിട്ട് ഞങ്ങൾ ഗോതമ്പ് മൺകരല്ല, അങ്ങനെ മൺകറ് മണിയായിത്തേക്കര്. ജനമത്തെ കുളി നിർബന്ധമായ കാര്യങ്ങളായിത്തേക്കര്. ഹഷ്ഫ് വേറെ ഒരു ഫർജിൽ ഒഴുക പോകണ്ടു ചൊന്നെങ്കിൽ ഒരു ആണിങ്ങളെ ഒരു സുന്നത്താകപ്പെട്ട ജാഗ ഫർജിയുടെ തലഭാഗ ഒരു വേറെ ഫർജിൽ ഒഴുക കുളി നിർബന്ധമാവും. അതെങ്ങനെ ചൊന്നെങ്കിൽ ഒരു മനുഷ്യന്റെ ഗോസ്ഥാനത്തിൽ പോയെങ്കിൽ കുളി നിർബന്ധമാവും. മൃതദേഹത്തിന്റെ അല്ലെങ്കിൽ ഒരു മൃഗത്തിന്റെ ഒഴുക പോയെങ്കിൽ നിർബന്ധമാവും. പിന്നെ മൂന്നാമത്തേത് കാര്യത്തിക്കര് പെണ്ണുങ്ങ ഗൗരവ ഹൈല്. ചില പ്രത്യേക സമയത്തിൽ പെണ്ണുങ്ങ ഗൗരവ ഗർഭാശയത്തിൽ നിന്ന് 10 ബണ്ടത്തെ ചോര എത്തിക്കര് ഹൈല് ചൊല്ലും. അത് കുറഞ്ഞതായിട്ട് ഒരു രാത്രിയും ഒരു പകലും എത്തിക്കര്, അല്ലെങ്കിൽ സാധാരണമായിട്ട് ഒരു വാര അല്ലെങ്കിൽ 6 ദിവസം എത്തിക്കര്. പിന്നെ ചൊന്നതായെങ്കിൽ 15 നാളെ എത്തിക്കര്. പിന്നെ കുളി നിർബന്ധമോടെ 4ാമത്തെ കാര്യം എത്തിക്കര് നിഫാസ്. പെരുമ്പോ ബണ്ടത്തെ ചോര എത്തിക്കര് നിഫാസ്. അത് കുറഞ്ഞതായിട്ട് 1 സെക്കൻഡ് അല്ലെങ്കിൽ യാറായിട്ട് 40 നാളെ എത്തിക്കര്. ഇനി കുളിയുടെ ഫർല എത്തിക്കര് ജണ്ട്. ഒന്നാമത്തെ എത്തിക്കര് നീയത്ത്. നീയത്ത് എങ്ങനെ വെക്കൊണ്ട് ചെന്നൈകൊണ്ടല്ലേ നീയത്ത് വെക്കൊണ്ട് സന്ദർഭത്തിൽ ഞാൻ ജനബത്ത് അല്ലെങ്കിൽ ഹൈലിടെ ഞാൻ വീട്ടുണ്ടെന്ത് നീയത്ത് വെച്ചെങ്ങമയോർ, അല്ലെങ്കിൽ കുളിയുടെ ഫർലയുടെ ഞാൻ വീട്ടുണ്ട് നീയത്ത് വെച്ചെങ്ങമയോർ. പിന്നെ എപ്പോഴത്തേക്ക് നീയത്ത് വെക്കേണ്ടത് ചെന്നെങ്കിൽ ഞങ്ങൾ ശരീരത്തിന്റെ ചരിത്രത്തിന് മേല് തലമേലെ തന്നിബിത്തമ്പത്തിക്കര് നീയത്ത് വെക്കട്. പിന്നെ കുളിയുടെ ഫർല് ജണ്ണമത്തേത്തിക്കര്
കുളിയുടെ ഫർള് ജന്നമത്തെ ആയിത്തിക്കല് ശരീരത്തിന്റെ മുഴുവൻ ഭാഗവും തണ്ണി താകേണ്ടത് അത് ചൊന്നെങ്കിൽ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തലയുടെ മുടിയും പിന്നെ കൈയുടെ ഉഗ്രയുടെ അടിസ്ഥാനവും ഞങ്ങൾ യാറയത്തെ ശ്രദ്ധിക്കണു പിന്നെ കുളിയുടെ സുന്നത്തൈത്തിക്കര് കുളിയുടെ കുളിക്കുമ്പോൾ ഞങ്ങൾ കിബ്ലക്ക് മുന്നിടണു പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലണു പിന്നെ കുളിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ ആരോട് മുണ്ടോകു തീരാ ഇത്ര ചുന്നത്തിനുണ്ട് പാൽക്കൻ എടുത്തിട്ട് അസ്സലാമു അലൈക്കും